ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ. ഞാൻ രോഷിനി. എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് വളരെ ഇൻഫർമേഷൻ തരുന്ന, നിങ്ങൾക്ക് ഒരുപാട് അഡിനിയം പ്രേമികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ നമ്മൾ അഡിനിയത്തിൻ്റെ കോഡെക്സ് ഡാമേജ് ആകുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ഒരു കോഡെക്സ് ഉള്ള ഒരു അഡിനിയം എൻ്റെ ഒരു പ്രൗഡാണ്, എൻ്റെ ഒരു അഭിമാനമാണ് ഈ അഡിനിയം. അത്രയും ഞാൻ സ്നേഹിക്കുന്ന അഡിനിയം ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ഡാമേജായി. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെതായ അത്രയും ഡാമേജ് ആയിരിക്കുന്ന ഒരു പ്ലാന്റാണ്. അതിനെ എങ്ങനെയാണ് ഞാനതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വളരെ ഇൻഫർമേഷൻ തരുന്ന ഒരുപാട് നല്ല വീഡിയോസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് വാച്ച് ചെയ്യണമെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതിൻ്റെ ഡാമേജ് ഭാഗം എല്ലാം ക്ലീൻ ചെയ്തു. അതിനുശേഷം അത് സ്റ്റെമ്മ് കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് സാഫിലിട്ട് ക്ലീൻ ചെയ്ത് ഒരു 1.5 മാസത്തോളം അത് നമ്മൾ വെയിലത്ത് ഉണക്കി വളരെ ഹെൽത്തി ആയിട്ട് കോഡെക്സ് ഒക്കെ ഉള്ള നല്ല ഷേപ്പിൽ നമ്മളത് പല വീഡിയോയിൽ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടും അല്ലാതെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അഡിനിയം സുന്ദരി കുട്ടിയായിരുന്നു. നിറയെ പൂക്കളൊക്കെ ഉള്ള നോർമൽ ഒരു ഡാർക്ക് പിങ്ക് കളറിലെ അഡിനിയമാണ്. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ എന്താണ് ഇത് മഴയത്തും വെയിലൊക്കെ കൊണ്ട് തന്നെ ഇരിക്കുന്നതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്തോ ഒരു ഇൻഫെക്ഷൻ ആയ പോലെ എനിക്ക് തോന്നിയിട്ട് ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും അത് വളരെ ഡാമേജായിട്ട് ഒരു 80% ഡാമേജ് ആയി പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും ഇൻഫെക്ഷനായി. അപ്പം അത് നമ്മളെല്ലാം ക്ലീൻ ചെയ്ത വീഡിയോസ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. അഡിനിയത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇതുപോലെ പിന്നെ ഡൈയിങ് ആയിട്ടിരിക്കുന്ന അഡിനിയം എങ്ങനെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡാമേജായ ഭാഗം ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് സാഫിലിട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ അത് ഡ്രൈ ആക്കാൻ വേണ്ടി വെയിലത്ത് വെച്ചു. അത് ഒരു 1.5 മാസമായിട്ട് അതേപോലെ ഇരിക്കുവാണ്. അതിൻ്റെ ഒരു ഇൻഫെക്ഷനൊക്കെ മാറി. ഞാൻ നട്ടില്ലെങ്കിലും കിളിക്കും എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിങ്ങനെ ഇരിക്കുവാണ്. എന്നാൽ പിന്നെ ഇതങ്ങ് റിപ്പോർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളെ കാണിക്കപ്പോഴാണ് വിചാരിച്ച്. ഇങ്ങനൊരു അഡിനിയം എപ്പോഴും പറയും അഡിനിയ ഡാമേജ് ആയാൽ പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ടെൻഷനാവും. പക്ഷെ നമുക്കതിനെ കണ്ടില്ലേ, ഇതേ ചെറിയ ലീഫൊക്കെ വന്നു തുടങ്ങി. ഇതേ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഈ ബ്രാഞ്ചസ് എല്ലാം വളരെ ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ലെവലിലാണ് ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വലിയ അഡിനിയം ആയതുകൊണ്ട് ഞാൻ വലിയൊരു പോട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ഡ്രെയിനേജ് ഹോള് ചെറിയ മെറ്റൽ പീസ് എടുത്തിട്ട് നമുക്കൊന്ന് ബ്ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഇതിപ്പോൾ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടാണ് അറിഞ്ഞത് കേട്ടോ. മുകളിലേക്ക് അതിൻ്റെ നിറയെ പൂവുണ്ട്. ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്ന സമയത്ത് ഇത് നിറയെ പൂക്കളോടുകൂടി ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്കത് ആ പൂക്കളൊക്കെ ചെറുതായിട്ടൊരു ക്ഷീണം പോലെ തോന്നിയപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് അറിയാൻ പറ്റുക. അല്ലാതെ നമുക്ക് അഡിനിയം പെട്ടെന്ന് ഡാമേജായി ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരത്തില്ല. അടിഭാഗം ഫുള്ള് ഡാമേജ് ആകുമ്പോഴും മുകളിലേക്ക് അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് പിന്നെ അതിൻ്റെ പോട്ടി മിക്സ് കാണിക്കുന്നതിന് പകരം ഇത് നമ്മൾ ചരല് മണൽ മിക്സാണിത് കേട്ടോ. നമ്മൾ വീട്ടിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ചരലാണിത്. ചരല് മണൽ പോട്ടി മിക്സാണ് അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് എല്ലുപൊടി നമുക്ക് ഉപയോഗിക്കാം. ഇത് അത്യാവശ്യം നമുക്ക് വലിയൊരു ചെടി ആയതുകൊണ്ടാണ് ഇത്രയും എല്ലുപൊടി നമ്മളിട്ടത്. അതിന് ശേഷം നമുക്ക് കുറച്ച് പേളൈറ്റ് നമുക്ക് മിക്സ് ചെയ്യാം. പേളൈറ്റ് മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ നമ്മുടെ അഡിനിയം ഏറ്റവും കറക്റ്റ് മിഡിൽ ഭാഗത്തായിട്ട് നമ്മളിത് ഫിക്സ് ചെയ്ത് വെക്കുക. ഇത് നേരെ വെച്ച് അവിടെ ഇരിക്കും കേട്ടോ. അത്രയും നല്ല വെയിറ്റുള്ള കോഡെക്സ് ഒക്കെയാണ്. ഇതിൻ്റെ പകുതി ഒരു 1/4 ഭാഗത്തോളം എങ്കിലും ഡാമേജ് നമുക്ക് ക്ലീൻ ആയിപ്പോയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ചരലും മണൽ മിക്സ് കുറച്ചുകൂടി ഇടുക. അത് നമ്മൾ എടുക്കുന്ന അഡിനിയത്തിൻ്റെ ഒരു ഉറച്ചിരിക്കാനായിട്ട് ആവശ്യമുള്ള ഇതെടുക്കുക. ഈ കോഡെക്സ് ഒരിക്കലും മണ്ണിനടിയിൽ പോവണ്ട. ഇത് നല്ല കട്ടിയുള്ളതുണ്ടല്ലേ, പൊടിച്ചെടുക്കുക. ആ രീതിയിലുള്ള മണലാണ്, ഒട്ടും ഒട്ടിപ്പിടിക്കുന്ന മണലൊന്നുമല്ല. നല്ല രീതിയിൽ പിന്നെ ഡ്രൈ ആക്കിയതാണ് കേട്ടോ. ഇതെല്ലാം ഡ്രൈ ആക്കിയതാണ്. ഒന്നും തന്നെ ഇൻഫെക്ഷൻ ആയതൊന്നുമല്ല. ഈ ചെടിയാണെങ്കിൽ തന്നെ ഒരു 1.5 മാസത്തോളം നമ്മൾ സാഫ് മിക്സിൽ വെച്ചതിന് ശേഷം 1.5 മാസത്തോളം ഇതിരുന്ന് ഈ കിളിക്കുന്ന പരുവായിട്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് മിക്കവാറും അഡിനിയത്തിൻ്റെ റിപ്പോർട്ടിങ്ങിനകത്ത് അപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ അത് വെയിലത്ത് വെച്ച് ഉണക്കി നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് മാത്രം അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നന്നായിട്ട് കാണുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ പേളൈറ്റ് ഇടുക. ഇതൊക്കെ നല്ല മഴയൊക്കെ കൊണ്ട്
വെയിലും മഴയൊക്കെ കൊണ്ട് നല്ല മിടുക്കിയായിട്ടിരുന്ന ഒരു അടിനിയമാണ്. ഇതൊരു ഇൻഫെക്ഷനായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു അടിനിയം ഇത്രയും ഡാമേജ് ആയ ഒരു അടിനിയത്തിനെ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതൊരു നല്ല എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങളത് അനുസരിച്ച് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി തന്നെ ഇത് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ നമ്മളെ ഡ്രെയിനേജ് ഹോളൊക്കെ പിന്നെ നിറഞ്ഞ് വെള്ളം വന്നോട്ടെ, കുഴപ്പമില്ല. ആ രീതിയിൽ നമ്മൾ അടിയത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഇത് കുറേ നാളെ ഡ്രൈ ആയിരുന്നുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഒഴിക്കുക. അപ്പോൾ ഈ വെള്ളം ഇനി ഒരു 2-3 ദിവസത്തേക്ക്, ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ഒരു വെള്ളം ആവശ്യത്തിനുള്ള ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് തൽക്കാലം ഒരു 1-2 ആഴ്ചത്തേക്ക് അതിനെ റെസ്റ്റ് ചെയ്യാൻ വിടാം. ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക്